ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശീഘ്രസ്ഖലനമുള്ള ഒരാൾക്ക് എങ്ങനെ സമയം കൂട്ടാൻ പറ്റും എന്നുള്ളതും നല്ല രീതിയിൽ സ്റ്റാമിനയോട് കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതും ഇതിനു വേണ്ടിയിട്ട് കഴിക്കേണ്ട 6 ഭക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു ഒ.പിയിൽ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ, എനിക്ക് വേണ്ടിയിട്ടല്ല സത്യം പറഞ്ഞാൽ നിങ്ങളടുത്ത് വരുന്നത്, എനിക്ക് ഭയങ്കര മടിയാണ് നിങ്ങളോട് കാര്യങ്ങളെല്ലാം പറയാനാണ്. പക്ഷേ എൻ്റെ വൈഫ് കഴിഞ്ഞ ദിവസം ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നപ്പം ഒരു ഡയലോഗ് അടിക്കുകയുണ്ടായി. എന്തിനാണ് ഇത്, പെട്ടെന്ന് അങ്ങ് തീർത്തിട്ട് പോകാനല്ലേ, എനിക്ക് വേണോ വേണ്ടതെന്നൊന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്ന രീതിയിലൊരു ഡയലോഗ്. അത് എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു തറച്ചു പോയി. കാരണം എനിക്കറിയാം എൻ്റെ അടുത്തൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്, പക്ഷേ അവൾക്ക് ഇത്രത്തോളം അതൊരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു പ്രശ്നമാണ് എന്നുള്ളത് ഇന്നാണ് ഞാൻ ശരിക്കത്, അല്ലെങ്കിൽ ആ ഒരു ദിവസമാണ് ഞാൻ ശരിക്കും അത് നോട്ടീസ് ചെയ്തത്, അല്ലെങ്കിൽ മനസ്സിലാക്കിയത്. ആ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ശരിക്കും അതുപോലെ തറച്ചിട്ടുണ്ട്. ഇന്നും എനിക്ക് ആ ഒരു വേദന ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാൾക്ക് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം കൂട്ടാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാമിനയെ എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു 6 ഭക്ഷണങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ചു കാലം മുന്നേ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഇതേപോലെ തന്നെ ഇവർക്കും സമയം തീരെ ഉണ്ടായിരുന്നില്ല, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അവർക്ക് വൈഫിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് പോകുന്നുണ്ട് എന്നുള്ള സങ്കടത്തോടു കൂടിയായിരുന്നു അദ്ദേഹം നമ്മളുടെ അടുത്ത് വന്നത്. അപ്പം ഈ ഒരു വോയിസ് ഒന്ന് കേട്ടു നോക്കൂ. ഹലോ, ഇപ്പോൾ ഡോക്ടർ മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഡോക്ടറെ കാണിക്കുന്നതിന് മുമ്പ് പല മരുന്നുകളും ഈ ശീഘ്രസ്ഖലനവുമായി ബന്ധപ്പെട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, ഡോക്ടർ പറഞ്ഞതുപോലെ വ്യായാമങ്ങളും ഡോക്ടർ തന്ന മെഡിസിൻ കൃത്യമായി കഴിച്ചപ്പോൾ നല്ല മാറ്റം തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ, പ്രവേശിപ്പിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന് സ്ഖലനം പോകുമായിരുന്നു. 1-2 സ്ട്രോക്ക്, അല്ലെങ്കിൽ 1-2 പ്രാവശ്യം മാത്രം ചലിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ മുന്നേ തന്നെ എനിക്ക് സ്ഖലനം പോകുമായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി. എങ്ങനെയൊക്കെ ഞാൻ ശ്രമിച്ചാലും, എങ്ങനെയൊക്കെ ഞാൻ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും എനിക്കതിന് സാധിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഫസ്റ്റ് മന്ത് കോഴ്സ് കഴിഞ്ഞു. അന്ന് അയാൾക്കൊരു ചെറിയ മാറ്റം എന്ന് പറയാനുണ്ടായിരുന്നുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. എനിക്കൊരു വലിയൊരു ചേഞ്ച് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ വേറെ കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ എക്സസൈസസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറഞ്ഞു, അതേപോലെ അവരുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു, അതേപോലെ തന്നെ അവർ ഒന്ന് കോണ്ടം യൂസ് ചെയ്യാൻ പറഞ്ഞു അതിൻ്റെ കൂടെ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം അവർക്ക് നോർമലായിട്ട് തന്നെ അവർക്ക് കൂടുതൽ ടൈം കിട്ടാനും, അതേപോലെ അവർക്ക് ഉണ്ടാകുന്ന ഒരു മനസ്സംതൃപ്തി ഉണ്ടല്ലോ. ഒരു ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് സംതൃപ്തി കിട്ടുക എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് സംതൃപ്തി കിട്ടുക എന്നുള്ളതാണ്. അതായത് ചില ആളുകൾ പറയും, എൻ്റെ ഫ്രണ്ടിന് 10 മിനിറ്റ് കിട്ടുന്നുണ്ട്, അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കിട്ടുന്നുണ്ട്, എനിക്ക് ആകെ 5 മിനിറ്റേ കിട്ടുന്നുള്ളൂ ഡോക്ടറെ എന്നുള്ളതാണ്. അപ്പം അവർക്ക് എത്ര ടൈം കിട്ടി എന്നുള്ളതല്ല, നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ, നിങ്ങൾക്കൊരു ലൈംഗിക സുഖം അവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, ആ ഒരു ശുക്ലം പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ, ഇന്നത്തെ ആ ഒരു പ്രക്രിയയിൽ എനിക്കൊരു മനസ്സുഖം കിട്ടിയിട്ടുണ്ട്, എൻ്റെ ടെൻഷൻസും എൻ്റെ മനസ്സൊക്കെ അവിടെ നിന്ന് റിലാക്സ് ആയിട്ടുണ്ട് എന്ന് തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം നോർമലാണ്. ചില ആളുകൾ വന്ന് ചോദിക്കും, ഡോക്ടറെ എല്ലാവർക്കും ഇത്ര ടൈമാണോ വേണ്ടത്, ഒരു ശരാശരി ഒരാൾക്ക്, ഇത്ര വലിപ്പമുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഇത്ര നീളമുള്ള ഒരാൾക്ക്, ഇത്ര വെയിറ്റ് ഉള്ള ഒരാൾക്ക്, ഇത്ര ഏജ് ഉള്ള ഒരാൾക്ക് എത്ര സമയം വേണം എന്നുള്ളത്. അങ്ങനെ ശരാശരി ഒരു കണക്ക് എവിടെയില്ല. ശരിക്കും ഓരോ വ്യക്തിയും കാണാൻ വ്യത്യാസം എന്നുള്ളത് പോലെ തന്നെ അവർക്ക് അവരുടേതായ ഇൻറ്റേർണൽ ഫീലിംഗ് ആണ്. അതായത് ഈ സെക്സ് ഫീലിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈംഗിക സുഖം എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിന് ഫീൽ ചെയ്യുന്നതാണ്. അപ്പം അവർക്ക് അതിൽ സംതൃപ്തി കിട്ടുന്നുണ്ടോ എങ്കിൽ അത് നോർമലാണ്. അവർക്ക് 1 മിനിറ്റ് ആണെങ്കിലും ശരി, 10 മിനിറ്റ് ആണെങ്കിലും ശരി, 15 മിനിറ്റ് ആണെങ്കിലും 100 മിനിറ്റ് ആണെങ്കിലും അത് അവരുടെ ഒരു പേഴ്സണൽ ഫീലിംഗ് ആണ്.
ആ ഒരു ഫീലിംഗ് അവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ശീഘ്രസ്ഖലനം എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇവർ പറഞ്ഞത് എനിക്ക് സമയം ഒരുപാട് കൂടിയിട്ടുണ്ട്, മാത്രമല്ല എനിക്ക് ആ ഒരു സംതൃപ്തി കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പം ഇതിൻ്റെ ഒക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശീഘ്രസ്ഖലനം പൊതുവേ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ക്ലിനിക്കിലൊക്കെ കണ്ടുവരുന്നതിൻ്റെ ഒരു ബേസ് കാരണം എന്ന് പറയുന്നത് ചെറുപ്പകാലങ്ങളിൽ ഞാൻ നന്നായിട്ട് സ്വയംഭോഗം ചെയ്യുമായിരുന്നു, ഡോക്ടറെ നന്നായിട്ട് പോൺ കാണുമായിരുന്നു എന്നുള്ളൊരു കാരണം തന്നെയാണ്. അപ്പം ചില ആളുകൾ വന്ന് വാദിക്കും, ഡോക്ടറെ അപ്പോൾ പോൺ കാണുന്നത് നല്ലതാണെന്നാണല്ലോ ചില ആളുകൾ പറയുന്നത്, ഞാനൊക്കെ പഠനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അപ്പം ശരിക്കും പോൺ ഓക്കെ നിങ്ങൾ മാസ്റ്റുർബേറ്റ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ അതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മദ്യം കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട്. അതായത് മദ്യം കഴിക്കുന്നത് നല്ലതാണ്, അതിൽ എത്ര എമൗണ്ട് എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിലൊരു 5 ml ആണോ 10 ml ആണോ 1 പെഗ്ഗാണോ 1 ലിറ്റർ ആണോ എന്നുള്ളത് ഒരിക്കലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. റെഡ് വൈൻ ഹാർട്ടിന് നല്ലതാണ് എന്നുള്ളത് പഠനങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ മാസ്റ്റുർബേഷൻ നിങ്ങളുടെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. പക്ഷേ അതിൻ്റെ അളവ്, നിങ്ങൾ ഡെയിലി ചെയ്യുന്നതാണോ, നിങ്ങൾ ഒരു ദിവസം എത്ര തവണ ചെയ്യാം, നിങ്ങൾക്ക് എത്ര സ്പീഡിൽ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാം, ഇതൊക്കെ ഒരിക്കലും ഒരു പഠനങ്ങൾക്കും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒന്ന്. നേരെ മറിച്ച് പഠനങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓവറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമച്വർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ED പോലത്തെ, അതായത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദ്ധാരണക്കുറവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പ്രിമച്വർ ഇജാക്കുലേഷൻ വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ സ്വയംഭോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും അത് സ്ലോ ഡൗൺ ചെയ്യാൻ കഴിയില്ല. ഓരോ തവണയും നിങ്ങൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടായിരിക്കും. നമുക്ക് ഒബ്വിയസ്ലി നമ്മൾ ആ ഒരു എന്താ പറയുക, നമുക്ക് ആ ഒരു സെൻഷ്വൽ ഫീലിംഗ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം ആദ്യത്തിലൊന്നും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ പിന്നെ എനിക്ക് പോൺ കാണുമ്പോഴേക്കും എനിക്ക് ഒന്നെങ്കിൽ അതിൽ മടുപ്പ് തോന്നും, അല്ലെങ്കിൽ പെട്ടെന്ന് ശുക്ലം പുറത്ത് പോവാണ് എന്നുള്ള തോന്നൽ വരും. അപ്പോൾ ചിലർ പറയും ഞാനിത് നോർമലാണെന്നാണ് വിചാരിച്ചത്, കാരണം പോൺ കാണുന്നതുകൊണ്ടാണ്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നോർമൽ ആയിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ കല്യാണം കഴിച്ചപ്പോഴും എനിക്ക് ഇതേ ഫീലിംഗ് ആണ് എന്ന് പറഞ്ഞ് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ അവിടെ ഓട്ടോമാറ്റിക്കലി ട്യൂണായി പോവാണ്. നമ്മളെ തലച്ചോറിനെ പഠിപ്പിക്കുകയാണ് എൻ്റെ ശരീരത്തിന് പെട്ടെന്ന് ശുക്ലം പോകുന്നതാണ് ഇഷ്ടം. കാരണം നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്പീഡിൽ പെട്ടെന്ന് ശുക്ലം പോകണം എന്നുള്ള, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉള്ള ഒരു ഇൻറ്റൻഷനിലാണ് നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബ്രെയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറിന് അവിടെ ഒരു പാഠം കൊടുക്കുകയാണ്, എൻ്റെ ശരീരത്തിന് പെട്ടെന്ന് പോകുന്നതാണ് ഇഷ്ടം, അപ്പം ഏതൊരു സാഹചര്യത്തിലും ഞാൻ ബന്ധപ്പെടുമ്പോൾ ഇത് പെട്ടെന്ന് പോകണം എന്നുള്ള രീതിയിൽ. അപ്പം ഇതിനെ റീവയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മരുന്ന് കൊണ്ട് റീവയർ ചെയ്യാൻ ശ്രമിച്ചു. അതേപോലെ തന്നെ ബാക്കിയുള്ള പ്രക്രിയയിലൂടെ, എക്സസൈസിലൂടെ നമ്മൾ ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഈ ഒരു കേസിലുണ്ടായിരുന്നത്. അപ്പോൾ ചില ആളുകൾ നമ്മളടുത്ത് ഭയങ്കര സങ്കടത്തോടെ വന്ന് പറയാറുണ്ട്, ഡോക്ടറെ എനിക്ക് എങ്ങനെയാണെങ്കിലും ആ ഒരു സ്റ്റാമിന കിട്ടുന്നില്ല, ഞാൻ ബന്ധപ്പെടുന്നതിൻ്റെ ഇടയിൽ ശുക്ലം പോയില്ലെങ്കിലും പെട്ടെന്ന് താന്നു പോവുകയാണ്, ഭയങ്കര നിരാശയാണ്, എനിക്കാണെങ്കിലും വൈഫിനാണെങ്കിലും ചിലപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങളൊന്ന് ബന്ധപ്പെടുന്നത്, പക്ഷേ അത് ഭയങ്കര ഒരു നിരാശയും ഭയങ്കര ഒരു സങ്കടമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഡോക്ടർ എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റാമിന കുറവ് ഉണ്ടാകുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനുള്ള പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വാഭാവികമായിട്ടുമുള്ള ആ ഒരു എനർജി അവിടെ കുറഞ്ഞു വരും. അത് നിങ്ങളുടെ നോർമൽ ലൈഫിൽ തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നതായിരിക്കും. 2, എക്സസൈസ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എനർജി കുറവുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്, സ്റ്റാമിന കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം നിങ്ങളുടെ ശരീരത്തിൽ രക്തയോട്ടം അവിടെ വളരെ കുറവായിരിക്കും. അപ്പം ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക, അതേപോലെ അതിൻ്റെ കൂടെ യോഗ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ആ രക്തയോട്ടം നന്നായിട്ട് കൂട്ടാനും, അതേപോലെ നിങ്ങൾക്ക് ഒരു മൈൻഡ്ഫുൾനെസ് ഉണ്ടാകാനും, അതായത് ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് മനസ്സിനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ശരീരത്തിനും ആ ഒരു രീതിയിലുള്ള ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയുള്ളൂ, ആ ഒരു സ്റ്റാമിന കിട്ടുകയുള്ളൂ. അപ്പോൾ യോഗ, മെഡിറ്റേഷൻ, എക്സസൈസ് ഒക്കെ ഇതിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഇതിനൊരു വലിയ പങ്ക് നേടുന്നുണ്ട്. അതായത് നിങ്ങൾ കഴിക്കുന്നത് എപ്പോഴും സ്ഥിരമായിട്ടൊരു ജങ്ക് ഫുഡായിട്ടാണ് നിങ്ങൾ കഴിക്കുന്നത്, നിങ്ങൾ എപ്പോഴും പുറത്തുനിന്നുള്ളൊരു ഭക്ഷണമാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് എണ്ണയിൽ പൊരിച്ച ഭക്ഷണങ്ങളാണ്, കൂടുതലായിട്ട് നെയ്യ്, കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിൽ പച്ചക്കറികൾ വളരെ കുറവാണ്, ഫ്രൂട്ട്സ് വളരെ കുറവാണ്, നിങ്ങൾ കഴിക്കേണ്ട അമിനോ ആസിഡ്സ് ഒന്നും നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്നില്ല, വിറ്റാമിൻസ് എത്തുന്നില്ല, മിനറൽസ് എത്തുന്നില്ല എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ സ്റ്റാമിന കുറയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി ഇതിൽ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കൂടുതലായിട്ട്
വെജിറ്റബിൾസ്, അതായത് പ്രത്യേകിച്ച് ഡാർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് നല്ല പച്ചപ്പ് ഇലയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ എനർജിയൊക്കെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. പിന്നെ മറ്റുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് രക്തക്കുറവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ സ്റ്റാമിന കുറവുകൾ ഉണ്ടാവാറുണ്ട്. തൈറോയിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, രോഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ തരത്തിലുള്ള സ്റ്റാമിന കുറവുകൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ ഇനി നിങ്ങൾക്ക് ഉറക്കം ശരിയല്ലാത്ത ഒരാളാണ്, എപ്പോഴും ഉറക്കക്കുറവുണ്ട്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സ്റ്റാമിന ഇഷ്യൂസ് അവിടെ ഉണ്ടാവാറുണ്ട്. മറ്റൊന്ന്, ചില മരുന്നുകൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ഷീണം നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവുമല്ലോ, ചില മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്നറിയില്ല, ഉറങ്ങണം ഇത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടാവാറുള്ളൂ, എവിടെയെങ്കിലും എന്നെ ആരെങ്കിലും തള്ളിയിട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ കിടന്നുറങ്ങും എന്ന പോലെ അത്രയും ക്ഷീണം തോന്നാറുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ചില മരുന്നുകൾ നമുക്ക് സ്റ്റാമിന ഡിക്രീസ് ചെയ്യാനുള്ള കാരണങ്ങളാവാറുണ്ട്. അതേപോലെ ചില രോഗങ്ങൾ കാരണം ഉണ്ടാവാറുണ്ട്. ചിലർക്ക് ഡയബറ്റിസ് കാരണം, ഹൈപ്പർ ടെൻഷൻ കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിലുള്ള സ്റ്റാമിന കുറവുകൾ കണ്ടുവരാറുണ്ട്. അപ്പം നന്നായിട്ട് സ്റ്റാമിന കൂട്ടാനും അതേപോലെ സമയം നന്നായിട്ട് കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു 6 ഭക്ഷണത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൊന്നാമതായിട്ട് പറയാനുള്ളത് പഴവും ഓട്സുമാണ്. ഈ പഴവും ഓട്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് എനർജി, അതായത് അത് കഴിച്ചാൽ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് വയറ് നിറഞ്ഞൊരു ഫീലിംഗ് കിട്ടും. അതേപോലെ തന്നെ നമ്മൾക്ക് ആ ഒരു ഫുൾ ഫീലിംഗ് നമ്മളുടെ മനസ്സുകൊണ്ടും അത് ഫീൽ ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ കൂട്ടാനും നമ്മൾക്ക് നന്നായിട്ട് ആ ഒരു സ്റ്റാമിന റെഗുലേറ്റ് ചെയ്യാനും ഈ ഒരു പഴവും ഓട്സും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവക്കാഡോ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ബട്ടർ ഫ്രൂട്ടും മുട്ടയും. ഇതിലെന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഹെൽത്തി ഫാറ്റും അതേപോലെ വിറ്റാമിൻസ് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാമിന മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നട്ട്സ് അല്ലെങ്കിൽ അതേപോലത്തെ വിത്തുകളാണ്. നമ്മൾ സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്സ്, അതായത് നമ്മളുടെ മത്തൻ്റെ കുരു, ബത്തക്കൻ്റെ അല്ലെങ്കിൽ തണ്ണീർമത്തൻ്റെ കുരുവൊക്കെ നമ്മളിപ്പോൾ വ്യാപകമായിട്ട് കാണുന്നുണ്ട്. അതേപോലെ ലോട്ടസിൻ്റെ കുരുവൊക്കെ കിട്ടും, മക്കാന എന്നൊക്കെ പറയും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സിങ്കിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ മാഗ്നീസിൻ്റെ എമൗണ്ട് ഒക്കെ കൂട്ടാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണങ്ങളാണ്. അപ്പം ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കാൻ സഹായിക്കുകയും നമ്മുടെ ശരീരത്തിൽ ആ ഒരു ലൈംഗികപരമായിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റി നന്നായിട്ട് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊന്നാണ് വാട്ടർമെലൺ അല്ലെങ്കിൽ തണ്ണീർമത്തനും ഡാർക്ക് ചോക്ലേറ്റും. ഇതെന്താന്ന് വെച്ചാൽ ഇത് രക്തയോട്ടം നന്നായിട്ട് കൂട്ടാനും നമ്മൾക്ക് ബലം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യുന്ന 2 ഭക്ഷണങ്ങളാണ് വാട്ടർമെലനും അതേപോലെ ഡാർക്ക് ചോക്ലേറ്റും എന്ന് പറയുന്നത്. അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ജിഞ്ചർ അല്ലെങ്കിൽ നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് നമ്മളുടെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ഭാഗം നിൽക്കുന്നത് തന്നെ കറക്റ്റായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് കറക്റ്റായിട്ടുള്ള ബ്ലഡ് ഫ്ലോ ഉണ്ടെങ്കിലേ ഉള്ളൂ അത് നന്നായിട്ട് ആ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കുകയുള്ളൂ. അപ്പം ഇത് കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാനും അതേപോലെ ആ ഒരു സ്റ്റാമിന കൂട്ടാനും ആ ഒരു ബലം കറക്റ്റായിട്ട് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇഞ്ചിയും വെളുത്തുള്ളി എന്ന് പറയുന്നത്. 6ാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂബെറി അതേപോലെ സ്പിനാച്ച് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മളുടെ ശരീരത്തിലുള്ള ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സപ്ലൈ ചെയ്യുക. അതേപോലെ ഇതിലെ ന്യൂട്രിയൻസ് ഒക്കെ എന്താ സഹായിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള രക്തയോട്ടം നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാനും അതേപോലെ ആ ഒരു ഭാഗത്തുള്ള ആ ഒരു രക്തയോട്ടം അതേപോലെ നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബ്ലൂബെറിയും സ്പിനാച്ച് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇത്തരത്തിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് സമയം തീരെ കിട്ടുന്നില്ല അല്ലെങ്കിൽ തീരെ ഒരു സ്റ്റാമിന ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മേൽ പറഞ്ഞ ഒരു 6 ഭക്ഷണങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ അറിയിക്കുക. അപ്പം സമയക്കുറവ് കാരണം സ്റ്റാമിന കുറവ് കാരണം ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 6 ഭക്ഷണം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ടതാണ്. വീണ്ടും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി കാണുന്നത് വരെ താങ്ക് യു.